SP സുജിത് ദാസ് അടക്കം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതി കള്ളപ്പരാതിയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പരാതിക്കാരുടെ മൊഴികൾ പരസ്പര വിരുദ്ധമാണ്. SP അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാനുള്ള തെളിവില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, സുജിത് ദാസിനെതിരായി വീട്ടമ്മയുടെ പരാതി ഇപ്പം മറ്റ് പോലീസുകാർക്കും അതിൽ സർക്കാർ എന്ന നിലപാടാണ് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, SP സുജിത് ദാസ് അടക്കം ഉള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ബലാത്സംഗ പരാതി കള്ളപ്പരാതി എന്നാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ അഫിഡവിറ്റിലൂടെ സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. പരാതിക്കാരിയുടെ മൊഴികളൊക്കെ തന്നെ പരസ്പര വിരുദ്ധമാണ്. നേരത്തെ പൊന്നാനി സ്വദേശിനിയായിട്ടുള്ള വീട്ടമ്മയാണ് സുജിത് ദാസ്, ഒപ്പം തന്നെ DYSP ബെന്നി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ, അതോടൊപ്പം തന്നെ പൊന്നാനി SHO ആയിട്ടുള്ള വിനോദ് എന്നിവർ തന്നെ പീഡിപ്പിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയത്. ഒപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. അതിനോടൊപ്പം തന്നെ കോടതിയിലും പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു. പക്ഷെ എന്നിട്ടും FIR ഇട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വീട്ടമ്മ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ആ ഹർജിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ വാദഗതികൾ ഉന്നയിച്ചിട്ടുള്ളത്. പരാതിക്കാരിയുടെ പരാമർശങ്ങൾ അല്ലെങ്കിൽ പരാതി അത് അവിശ്വാസത്തോടു കൂടി കാണേണ്ടതാണെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം 2022 ഈ സംഭവങ്ങൾ ഉണ്ടായതെന്ന് പറയുന്നത്. പക്ഷേ അത് എവിടെ വെച്ചുണ്ടായി അല്ലെങ്കിൽ അതിന്റെ സമയം, അതിന്റെ സന്ദർഭം, ഇതൊക്കെ തന്നെ ഈ പരാതിയിൽ വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ SHO ആയിട്ടുള്ള വിനോദിനെതിരെയായിരുന്നു ആരോപണങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീട് പല ഉദ്യോഗസ്ഥർക്കെതിരെ ഓരോ സമയത്തും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. വിനോദിനെതിരായിട്ട് നേരത്തെ DYSP തലത്തിലുള്ള അന്വേഷണം നടത്തിയ സമയത്ത് കാര്യമായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ ഈ പരാതി അടിസ്ഥാനരഹിതം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഉണ്ടായത്. പിന്നീട് സുജിത് ദാസ് അടക്കമുള്ള DYSP ബെന്നി അടക്കമുള്ളവർക്കെതിരെ പരാതി അല്ലെങ്കിൽ ആരോപണവുമായിട്ട് വീട്ടമ്മ രംഗത്ത് വരികയായിരുന്നു. ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പരാതിയുടെ പശ്ചാത്തലത്തിൽ FIR ഇടുകയാണെങ്കിൽ അത് ഈ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുമെന്നാണ് സർക്കാർ നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കേസ് എടുക്കാനായിട്ടുള്ള യാതൊരു തെളിവുകളും ഇല്ല. ഉദ്യോഗസ്ഥരുടെ CDR അടക്കമുള്ളവ പരിശോധിച്ചെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതിക്കാരി പലപ്പോഴും പറഞ്ഞിട്ടുള്ള മൊഴികൾ അത് പരസ്പര വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് കേസെടുക്കാൻ തക്ക തെളിവുകൾ ഇല്ലെന്ന് ആധികാരികമായിട്ട് പറയുന്നതെന്നും സർക്കാർ ഈ അഫിഡവിറ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ പരാതിക്കാരിയുടെ, അതായത് വീട്ടമ്മ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് 2022 തന്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കവും അത് സംബന്ധിച്ച് SHO ആയിട്ടുള്ള വിനോദിനെ ചെന്ന് കാണുന്നുണ്ട്, പരാതി പറയുന്നുണ്ട്. പക്ഷെ വിനോദ് താൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ഭർത്താവ് വിദേശത്താണ്, ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് തന്നോട് ലൈംഗികപരമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നു. പിന്നെ പലതവണ തന്നെ പീഡിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ വിനോദിനെതിരായിട്ടുള്ള പരാതിയുമായിട്ട് DYSPക്ക് മുന്നിലും അതോടൊപ്പം സുജിത് ദാസിന്റെ മുന്നിലും എത്തുന്നുണ്ട്. പക്ഷെ ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് വീട്ടമ്മ നൽകിയ പരാതിയിൽ പറയുന്നത്. എന്നിട്ടും പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥർ കടന്നത്. മറിച്ച് അടിസ്ഥാനപരമായിട്ട് പീഡന ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു FIR ഇടുക എന്നുള്ള ഒരു നടപടിയിലേക്ക് കടന്നില്ല. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു എന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പരാതിക്കാരി ഉന്നയിച്ചിരുന്നത്. എന്തായാലും നിലവിൽ സർക്കാർ പറയുന്നത് സുജിത് ദാസ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ വീട്ടമ്മ നൽകിയ പരാതി തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തെളിവുകളും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള ഒരു ഇല്ലാത്ത അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പരാതിന്മേൽ FIR ഇടുന്നത് അനുചിതമെന്നാണ് സംസ്ഥാന സർക്കാർ രേഖാമൂലം തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ലക്ഷ്മി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.